ദളിത് ക്രൈസ്തവരെ പരിഗണിക്കുന്നേ ഇല്ല. അപ്പോൾ ദളിത് ഐക്യസമിതിയെ പോലുള്ള ഞങ്ങളടക്കമുള്ള പ്രസ്ഥാനങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ട് അങ്ങനെ പ്രത്യേകമായി സമുദായങ്ങൾക്ക് ഈ സംവരണം നൽകാൻ സാധിക്കുകയില്ല എന്നാണ് പിണറായി വിജയൻ ഗവൺമെന്റ് ഞങ്ങൾക്ക് നൽകിയ മറുപടി. ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിൽ നിന്നും സംവരണീയ വിഭാഗങ്ങൾക്ക് ഏറ്റിട്ടുള്ള വലിയ ഒരു പ്രഹരത്തിന്റെ പ്രതികരണം എന്ന നിലയിലാണ് ഇന്ന് ഈ ഹർത്താൽ ആഹ്വാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. സാധാരണഗതിയിൽ പാർലമെന്റിൽ നിക്ഷിപ്തമായിരിക്കുന്ന സംവരണത്തെ സംബന്ധിച്ചിട്ടുള്ള അവകാശത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ റദ്ദ് ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഒരു വിധി പുറത്തു വന്നിരിക്കുന്നത്. അത് പട്ടികജാതി വിഭാഗങ്ങൾക്കിടയിൽ നിന്നും ഉള്ള ഉപവിഭാഗങ്ങളെ കൂടി പ്രത്യേകമായി പരിഗണിക്കണം, അല്ലെങ്കിൽ അവർക്ക് അവസരം നിഷേധിക്കപ്പെടുന്നു എന്നുള്ള വാദം ഉയർത്തിക്കൊണ്ടാണ് ഇത്തരമൊരു വിധിയിലേക്ക് പോയിട്ടുള്ളത്. നമുക്കറിയാതെ എക്കാലവും ഇന്ത്യയിലെ ഒരു ഹിന്ദുത്വ ഭരണകൂടം സംവരണ വ്യവസ്ഥയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി പതിറ്റാണ്ടുകളായി തുടരുന്ന, സംവരണം വ്യവസ്ഥ ചെയ്ത കാലം മുതലേ തുടരുന്ന നയ സമീപനത്തിന്റെ ഭാഗത്തിന്റെ തുടർച്ചയായാണ് ഈ കാര്യം വന്നിട്ടുള്ളത്. ഭരണഘടനയിലെ 341, 342 വകുപ്പുകളെ അക്ഷരാർത്ഥത്തിൽ മറികടക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പ്രസിഡന്റിൽ നിക്ഷിപ്തമായിരിക്കുന്ന അവകാശത്തെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ജുഡീഷ്യറി ഇത്തരമൊരു നീക്കം നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ ഭരണകൂടത്തിന് സംവരണമില്ലാത്ത ഒരു രാജ്യത്തെക്കുറിച്ചാണ് അവരുടെ സങ്കല്പം. ആ സങ്കല്പത്തിലേക്കാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സംവരണീയ വിഭാഗങ്ങൾക്ക് ഇടയിൽ നിന്നും ഉയർന്നു വരുന്ന പ്രക്ഷോഭത്തെ തണുപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അതിനെ നിസ്സാരവൽക്കരിക്കുന്നതിനു വേണ്ടി ഭരണകൂടം ക്രിമിലെയർ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ള വാദം പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ സംവരണമില്ലാത്ത ഒരു രാജ്യത്തെക്കുറിച്ചാണ് അവർ സ്വപ്നം കാണുന്നത്. അത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് മാത്രമല്ല, ഈഴവരടക്കമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളടക്കമുള്ള മനുഷ്യരെ പരിഗണിക്കാത്ത, അല്ലെങ്കിൽ അവർക്ക് തുല്യ നീതിയെ വിതരണം ചെയ്യാത്ത ഒരു രാജ്യത്തെ, എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ സവർണവൽക്കരിക്കപ്പെട്ട ഒരു രാജ്യത്തെക്കുറിച്ചാണ് അവർ സ്വപ്നം കാണുന്നത്. ഒരു രാമരാജ്യ സങ്കല്പമാണ് അവർ എക്കാലവും തുടർന്നു പോരുന്നത്. അപ്പോൾ ഈ രാഷ്ട്രത്തിൽ നിന്നും നീതി ലഭിക്കേണ്ട മനുഷ്യർ, ജനാധിപത്യ അവകാശം എന്ന നിലയിൽ നീതി ലഭിക്കേണ്ട മനുഷ്യരാണ് ഇത്തരത്തിലൊരു സമരമാർഗത്തിലേക്ക് കടന്നുപോയിട്ടുള്ളത്. കാരണം ഈ ഉപസംവരണം എന്ന് പറയുന്ന ചൂണ്ടയിൽ കൊരുത്തുകൊണ്ട് ഈ പട്ടിക വിഭാഗങ്ങൾക്കിടയിലുള്ള സാമൂഹ്യ ഘടകങ്ങളെ തമ്മിലടിപ്പിക്കുന്നതിനും അവർ പരസ്പരം പോരടിക്കുന്നതിനും ഉതകുന്ന നിലയിലേക്ക് ഇതിനെ കൊണ്ടെത്തിക്കുകയും യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സാമ്പത്തിക മാനദണ്ഡം ഉൾച്ചേർത്തുകൊണ്ട് സംവരണത്തെ പടിപടിയായി അവസാനിപ്പിക്കാം എന്നും ആണ് വിചാരിക്കുന്നത്. മാത്രമല്ല, ഈ സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ പ്രധാനമായി പറയുന്ന ഒരു കാര്യം, സംസ്ഥാന സർക്കാരുകൾക്ക് ഇതിന്റെ കണക്കെടുപ്പും മറ്റും നടത്തിക്കൊണ്ട് ഇതിൽ തീരുമാനമെടുക്കാമെന്നാണ്. നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിന്റെ തന്നെ സാമൂഹ്യ അവസ്ഥ പരിശോധിച്ച് നോക്കൂ. സംവരണം ലഭ്യമാകേണ്ടുന്ന സാമൂഹ്യ വിഭാഗങ്ങൾക്ക് പരിഗണന ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് കേരളത്തിലെ ദളിത് ക്രൈസ്തവരെ സംബന്ധിച്ച്, പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് മതപരിവർത്തനം ചെയ്തു പോയ ദളിത് ക്രൈസ്തവർ പതിറ്റാണ്ടുകളായി സമരം തുടരുകയാണ്. പക്ഷേ അവരെ കേരളത്തിലെ ഇടതുപക്ഷം, ഈ വർഗപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അധികാരത്തിലെത്തിയിട്ടുള്ള ഇടതുപക്ഷം പോലും സവർണ സംവരണം നടപ്പാക്കുകയാണ് ചെയ്തത് എന്ന് നാം കണ്ടു. സാമ്പത്തിക മാനദണ്ഡം വെച്ചുകൊണ്ട് നായർ, സവർണ ക്രൈസ്തവ, നമ്പൂതിരി വിഭാഗങ്ങൾക്ക് 10% സംവരണം നൽകുകയാണ് ഉണ്ടായത്. നമുക്ക് അറിയാം. ദളിത് ക്രൈസ്തവരെ പരിഗണിക്കുന്നേ ഇല്ല. അപ്പോൾ ദളിത് ഐക്യസമിതിയെ പോലുള്ള ഞങ്ങളടക്കമുള്ള പ്രസ്ഥാനങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ട് അങ്ങനെ പ്രത്യേകമായി സമുദായങ്ങൾക്ക് ഈ സംവരണം നൽകാൻ സാധിക്കുകയില്ല എന്നാണ് പിണറായി വിജയൻ ഗവൺമെന്റ് ഞങ്ങൾക്ക് നൽകിയ മറുപടി. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ സമുദായ സംവരണം, ഈ സാമ്പത്തിക സംവരണം നായർക്കും നമ്പൂതിരിമാർക്കും എല്ലാം സംവരണം 10% മാറ്റിവെച്ചുകൊണ്ടുള്ള ഉത്തരവെടുക്കുന്നത്. ഞാനത് സൂചിപ്പിച്ചത്, സുപ്രീം കോടതിയുടെ വിധി ഈ സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് പറയുന്നതിലെ അപകടമാണ് ഞാൻ സൂചിപ്പിച്ചത്, ചൂണ്ടിക്കാണിച്ചത്. കാരണം ഇന്ത്യയിൽ തുടരുന്ന എല്ലാ സംസ്ഥാനങ്ങളിൽ, ഇന്ത്യയിൽ അധികാരത്തിൽ തുടരുന്ന എല്ലാ ഭരണകൂടങ്ങളും സവർണ നീതിശാസ്ത്രം, സവർണ പ്രത്യയശാസ്ത്രമാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ആര് ഭരിക്കുന്നു എന്നത് പ്രശ്നമല്ല. കാരണം ദേശീയ തലത്തിൽ മോദി, പിന്നോക്കക്കാരനായ മോദിയാണ് ഭരിക്കുന്നതെങ്കിൽ, കേരളത്തിൽ പിന്നോക്ക പശ്ചാത്തലമുള്ള പിണറായി വിജയനാണ് ഭരിക്കുന്നതെങ്കിലും നടപ്പാക്കുന്ന ആശയങ്ങൾ വളരെ കൃത്യമായും ഹിന്ദുത്വ ആശയമാണ്, RSSന്റെ സംഘപരിവാറിന്റെ ആശയമാണ് നടപ്പാക്കുന്നത് എന്ന് വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഒരു ജനാധിപത്യ
പോരാട്ടത്തിന് വേണ്ടിയുള്ള സമരരൂപമാണ് ഞങ്ങളിന്ന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. യാതൊരു തരത്തിലുള്ള ആക്രമണങ്ങളും മറ്റ് പ്രവർത്തനങ്ങളിലേക്കും ഒന്നും ഞങ്ങൾ പോകാൻ ആലോചിച്ചിട്ടില്ല. പൊതുവെ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഏപ്രിൽ 9-ന് ഞങ്ങളൊരു ഹർത്താൽ നടത്തിയിരുന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ അത്ര സമാധാനപരമായിട്ട് നടന്നിട്ടുള്ള ഒരു ഹർത്താൽ ഉണ്ടായിട്ടില്ല. എങ്കിലും ആ സമരത്തിൽ അത്ര സമാധാനമായി നടന്ന സമരത്തിൽ പങ്കെടുത്ത നിരവധി മനുഷ്യർക്ക്, ആയിരക്കണക്കിന് ആളുകൾക്ക് അനാവശ്യമായിട്ടുള്ള കേസെടുക്കുകയാണ് കേരളത്തിലെ പോലീസ് ചെയ്തത്. അപ്പോ ഞങ്ങൾക്ക് സത്യത്തിൽ ആ സമരമാർഗം വലിയ താല്പര്യമുണ്ടായിട്ടില്ല. പക്ഷേ ഇത്തരം വലിയ ഭീതിതമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഏതുതരം സമരമാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്ന് സത്യത്തിൽ ഒരു അങ്കലാപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ഈ ഹർത്താൽ ഒരു അനിവാര്യതയിലേക്ക് ഞങ്ങൾ പോകുന്നതാണ്. ഒരു തരത്തിലുള്ള ആക്രമണങ്ങളും ചെയ്തുകൊണ്ടുള്ള ഒരു സമരം അല്ല ഇത്. ഇപ്പോൾ തന്നെ കേരളത്തിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഇന്ന് ഈ ഹർത്താൽ ദിനത്തിൽ നിരവധി മനുഷ്യർ ഇതിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പട്ടികജാതി സംഘങ്ങൾ മാത്രമല്ല, ഇതര സാമൂഹിക വിഭാഗത്തിലെ ജനാധിപത്യ ബോധ്യമുള്ള സാമൂഹ്യ ഘടകങ്ങൾ, സാമൂഹ്യ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഈ ഹർത്താലിനെ പിന്തുണച്ചിട്ടുണ്ട്. അപ്പോൾ ജനാധിപത്യപരമായിട്ടുള്ള ഒരു സമര പോരാട്ടമാണ് ഞങ്ങൾ ഇന്ന് നടത്തുന്നത്. അതിന് കേരളത്തിലെ എല്ലാ മനുഷ്യ സ്നേഹികളും ജനാധിപത്യ വിശ്വാസികളും ഇതിനെ പിന്തുണയ്ക്കുക. ഇതൊരു സമരത്തിന്റെ ഒരു 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 തുടക്കമാണ്. ഞങ്ങൾ പതിറ്റാണ്ടുകളായി തുടരുന്നത് പോലെ തന്നെ സംഘപരിവാറിനെതിരെ, അല്ലെങ്കിൽ ഒരു രാമരാജ്യ സങ്കല്പത്തിനെതിരെ, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്കെതിരെ, ആ രാഷ്ട്രീയത്തിനെതിരെ എന്നും നിലയ്ക്കാത്ത പോരാട്ടം നടത്തുന്ന ഒരു വിഭാഗമാണ് ഇന്ത്യയിലെ ദളിതർ. ജനാധിപത്യത്തിന്റെ ഒരു മുഖ്യധാര എന്ന നിലയിൽ ഞങ്ങൾ എക്കാലവും ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കൂടിയാണ് ഈ ഹർത്താൽ ദിനത്തിൽ ഞങ്ങൾ സമരം നടത്തിക്കൊണ്ട് പോകുന്നത്.